നിർണായകമായ തിരച്ചിലാണല്ലോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങൾ എത്തിക്കുന്നു. നേരത്തെ മനാഫിനെ ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടുമ്പോൾ 4 തടിക്കഷ്ണങ്ങൾ ലഭിച്ചതായി അങ്ങനെ പറയപ്പെടുന്നുണ്ട്. എന്തൊക്കെ സ്ഥിരീകരണങ്ങൾ വരുന്നുണ്ട്? ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കിട്ടുന്ന സിഗ്നൽ സംബന്ധിച്ച് എന്തെങ്കിലും കൺട്രോൾ റൂമിൽ നിന്ന് വിവരങ്ങളായി നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? നേരത്തെ ഡ്രോൺ ഉപയോഗിച്ചുള്ള അവിടെ നിന്നുള്ള അവസാന വിവരം അല്പസമയത്തിനകം ലഭ്യമാകും പ്രജീഷ്. അതോടൊപ്പം ഈ നിമിഷത്തിൽ നമുക്ക് കഴിഞ്ഞ മണിക്കൂറിൽ വന്ന 2 പ്രധാനപ്പെട്ട പുതിയ കാര്യങ്ങൾ. ഒന്ന്, ഈ ലോറി ട്രക്കിന് അരികിലേക്ക് കരസേനാ വിദഗ്ധർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു. മേജർ ഇന്ദ്രപാലൻ്റെ സംഘാംഗങ്ങൾക്ക് അതിന് തൊട്ടരികിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാന കാര്യം. ഡ്രഡ്ജിംഗ് സംഘം, ഗോവയിൽ നിന്നുള്ള നാവികസേനയുടെ ഡ്രഡ്ജിംഗ് സംഘം അവിടേക്ക് എത്തി എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ, ഈ മണിക്കൂറുകളിൽ ഈ നിമിഷങ്ങളിൽ ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന മധുവും തുടരുക. ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് ആ തടിക്കഷ്ണങ്ങൾ, ലോറിയിലുണ്ടായിരുന്ന 4 തടിക്കഷ്ണങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ലോറി ഉടമ മനാഫ് ഉൾപ്പെടെയുള്ളവർ, അവരുടെ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ 4 കഷ്ണം തടിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സ്ഥിരീകരണം ഉൾപ്പെടെ അല്പസമയത്തിനകം നമുക്ക് വിശദാംശങ്ങളിലേക്ക് എത്താം. മധു നേരത്തെ പറഞ്ഞു വന്ന കാര്യങ്ങൾ തുടരാം. പ്രധാനപ്പെട്ട കാര്യം, ആ ലോറിക്ക് അരികിലേക്ക് എത്താൻ കഴിഞ്ഞു, പക്ഷേ മറ്റ് സ്ഥിരീകരണങ്ങളിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നാണോ? ഇനി ഉള്ള നിമിഷങ്ങൾ അത് കൂടുതൽ അരികിലേക്ക് എത്തപ്പെടാൻ കഴിയുന്ന ഒരു പരിസരം ഒരുങ്ങിയിട്ടുണ്ടോ? വെല്ലുവിളികൾ എന്തെങ്കിലും ഉണ്ടോ മധു? പ്രജീഷ്, മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ പ്രജീഷ് പറഞ്ഞ കാര്യമാണ്. ഈ കാണുന്ന ദൃശ്യങ്ങളാണ്. ആ ലോറിയിൽ നിന്നും ഒരു പക്ഷേ അന്ന് പൊട്ടിത്തെറിച്ച ആ വലിയ വെള്ളപ്പാച്ചിലിൽ അല്ലെങ്കിൽ ആ മല ഇടിച്ചിലിൽ തെറിച്ചുപോയ മരക്കഷ്ണങ്ങൾ ഇവിടെ നിന്നൊരു 8 കിലോമീറ്റർ അപ്പുറത്തുള്ള അഗർഗോണ എന്ന പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ്. അത് നേരത്തെ മനാഫും സ്ഥിരീകരിച്ചു. തൻ്റെ വണ്ടിയിലുണ്ടായിരുന്ന തടിക്കഷ്ണങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്നത്, ആ ട്രക്ക് ആ തടിയോടുകൂടി തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എന്ന് പറയുന്നത് അതായിരിക്കില്ല അവസ്ഥ എന്ന് ബോധ്യപ്പെടുകയാണ്. കാരണം അതിൽ നിന്നും ആ വലിയ 42 ടൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞത് ആ തടി കഷ്ണത്തോടുകൂടി അത് പൊട്ടാതെ പുതഞ്ഞു പോകുന്നു എന്ന സാഹചര്യത്തിലായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നതിൻ്റെ സൂചനകളാണ് 8 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഈ അഗഗോണ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് കയറ്റി വച്ചിരിക്കുന്ന നിലയിൽ ആ തടിക്കഷ്ണങ്ങൾ കണ്ടെത്തി എന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇന്നലെയും പറഞ്ഞു, ഈ വലിയ തോതിൽ മല ഇടിച്ചിലിൽ കടന്നു വരുന്ന അതിൻ്റെ ആ ഊർജ പ്രവാഹമുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ പാകത്തിൽ അവിടെ തറഞ്ഞു കിടക്കുന്ന ലോറിയിലെ സ്ഥിതികോർജത്തിന് അതിനെ സാധ്യമാവാത്ത വിധത്തിൽ അത് തെറിച്ചുപോയി കമിഴ്ന്നു കിടക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന പോയിന്റും അതാണ്. ഇനി പ്രജീഷ് പറഞ്ഞ കാര്യങ്ങളിൽ വെല്ലുവിളികൾ ഒരുപാട് തന്നെയാണ്. 2 വട്ടം ട്രക്കിന് അരികിലെത്തിയെന്ന് കരസേന സ്ഥിരീകരിക്കുമ്പോഴും അവിടെ നിന്നുള്ള വിദഗ്ധർ അത് സ്ഥിരീകരിക്കുമ്പോഴും നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ്. അർജുൻ്റെ ബന്ധുക്കളും ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു. അവർക്കും ഈ വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ അതിനുള്ളിൽ ക്യാബിനിൻ്റെ അരികിലേക്ക് കടന്നെത്തുക അതീവ ദുഷ്കരമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള മാപ്പിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഡ്രോൺ ബേസ്ഡ് ഇൻ്റലിജൻസ് എന്ന വിധത്തിൽ ആ ആർമി ഇന്ന് അതിൻ്റെ മേജർ ഇന്ദ്രപാലൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അതിൻ്റെ ബാറ്ററികളാണ് കാർവാറിൽ നിന്ന് കൊണ്ടുവന്നത്. പോലീസിൻ്റെ അകമ്പടിയോടെ ഇത് അതിവേഗം കാർവാറിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തു. ആ പരിശോധന പലവട്ടം ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന അവിടെ നടത്തി. അത് നടത്തുമ്പോഴുള്ള പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതാണ്, ഏത് തരത്തിലാണ് ഏത് വിധത്തിലാണ് പുതഞ്ഞ് കിടക്കുന്നത് ചെളിക്കടിയിൽ ഈ ട്രക്ക് എന്നുള്ളതാണ്. മറിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞു, പക്ഷേ ആ ക്യാബിൻ ഏതു വശത്തേക്ക് പുതഞ്ഞിരിക്കുന്നു, ക്യാബിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്ത്, ഈ 2 കാര്യങ്ങൾ അതീവ നിർണായകമാണ്. പക്ഷേ സീറോ വിസിബിലിറ്റി ഒരു പ്രധാന തടസ്സമാണ്. കലങ്ങിയെത്തുന്ന പുഴ അത് ഒരു തിരിവിലാണ്. ആ തിരിവിലൂടെ കടന്നെത്തുമ്പോൾ തീരം കൂടി ഇടിച്ചുകൊണ്ട് കടന്ന് വരുന്ന വലിയ കുത്തൊഴുക്കുണ്ട്. ആ കുത്തൊഴുക്ക് സൃഷ്ടിക്കുന്ന ചുഴികളുണ്ട്. ഇവർക്ക് കടന്ന് ചെന്ന് നിൽക്കാനാവുന്ന വിധത്തിൽ കാലുറപ്പിക്കുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. വെള്ളത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന വിധത്തിൽ അത് അസാധ്യമാക്കുന്ന വളരെ വേഗത്തിലുള്ള അതിശീഘ്രമായ കുത്തൊഴുക്കാണ് ആ പ്രദേശത്തുള്ളത്. ആ പുഴ തിരിഞ്ഞ് ഒഴുകുമ്പോൾ സംഭവിക്കുന്നത്. ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് ആണ് നമ്മൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകരുടെ അറിവിലേക്കായി എത്തിക്കുന്നത്. ആ തടിക്കഷ്ണത്തിന്റെ ദൃശ്യങ്ങൾ, ഈ തടിയുടെ
ഈ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഈ ലോറിയുടെ ഉടമസ്ഥൻ മനാഫ് തന്നെ അത് സ്ഥിരീകരിച്ചു. തന്റെ വാഹനത്തിലെ തടിക്കഷ്ണങ്ങൾ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുമ്പോൾ മധു, ഈ ലോറിയുടെ കിടപ്പ് സംബന്ധിച്ചുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. കാരണം ക്യാബിൻ വേർപെട്ടായിരിക്കുമോ? കാരണം അത്രത്തോളം ആഘാതം ഏറ്റിട്ടുണ്ടാകാം. നമുക്കിപ്പോൾ ചില അനുമാനങ്ങളിലേക്ക് ഈ തടിക്കഷ്ണങ്ങൾ കൂടി 8 കിലോമീറ്റർ അകലെ നിന്നും കിട്ടുമ്പോൾ ഊഹിക്കാവുന്ന കാര്യങ്ങൾ എന്താണ് മധു? തീർച്ചയായും ഈ തടിക്കഷ്ണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഗ്രഗോണ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്നാണ് കിട്ടിയത്. ഗംഗാവലി പുഴയോരത്ത് തന്നെയാണ്. അത്ര വലിയ ഒഴുക്കാണ്. കാരണം കഴിഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം സന്നുഗൗഡ എന്ന് പറയുന്ന ആ സ്ത്രീയെ കണ്ടെത്തിയത്, അവരുടെ ദേഹം കണ്ടെത്തിയത് ഇതിന് ഇപ്പോൾ ഈ തടിക്കഷ്ണങ്ങൾ കണ്ടെത്തിയതിന് അടുത്തുള്ള ഒരു പ്രദേശത്ത് നിന്നായിരുന്നു.